ഇന്ന് പകല് ദൈവവചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. 57-ാം സങ്കീർത്തനം ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല, 5-6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ദൈവദാസനായ ദാവീദിന്റെ സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം. ശൗലിന്റെ മുൻപിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് എഴുതിയത് എന്ന് അതിന്റെ ചരിത്രത്തിലുണ്ട്. ഹെഡിങ്ങിൽ അത് കാണാം. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ ഈ വിഷയമുണ്ട്. ഫെലിസ്ത്യരെ ശൗൽ രാജാവ് തോൽപ്പിച്ച് പിന്നീട് ദാവീദിന് എതിരായിട്ട് തിരിഞ്ഞ് ദാവീദും തൻ്റെ കൂടെയുള്ള ആളുകളും പ്രാണരക്ഷാർത്ഥം ഓടി. അങ്ങനെ എൻഗദി എന്ന മരുഭൂമിയിലൂടെ അവർ സഞ്ചരിച്ച് അവരവിടെ ഒരു ഗുഹകളിൽ അവരെ ഒളിച്ചെറിയുന്നു. എന്നാൽ ശൗൽ രാജാവ് ദാവീദ് കയറിയ ഗുഹയാണെന്ന് അറിയാതെ ആ ഗുഹയ്ക്കകത്ത് കയറി. ചരിത്രങ്ങളിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാകും, യഹൂദ്യ നാടുകളിൽ ഇങ്ങനെയുള്ള ഗുഹകൾ ധാരാളം ഉണ്ടായി, മുറികളുള്ള ഗുഹകൾ ഉണ്ടായി. ആ ഗുഹകളിൽ ഒരു മുറി, 2-3 മുറികളിലൊക്കെ ചിലപ്പോൾ ദാവീദും കൂട്ടരും കഴിഞ്ഞു. ശൗലും കൂട്ടരും മറ്റൊരു ഗുഹകളിൽ, അതിങ്ങനെ ദൂരം സഞ്ചരിക്കുന്ന മുറികളുള്ള, സഞ്ചരിച്ച് താമസിക്കത്തക്ക നിലയിൽ സൗകര്യാർത്ഥമുള്ള ഗുഹകളാണ്. യഹൂദ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ട് ശൗൽ രാജാവ് ദാവീദിനെ കണ്ടെത്തിയില്ല എന്ന് ഇങ്ങനെ ഒരു ചരിത്ര ഭാഗം യഹൂദ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചില ഗുഹകളുടെ മുൻപിൽ ഈ 8കാലിയുടെ ഒരു ചിത്രം, 8കാലിയും 8കാലിയുടെ രൂപത്തിലുള്ള ഒരു ചിലമ്പി വലയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിനകത്ത് ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന് ശൗൽ രാജാവ് ചിന്തിച്ചു. എന്നാൽ ദാവീദ് സുരക്ഷിതമായിട്ട് കയറിയിരുന്ന ഗുഹയ്ക്കകത്ത് ഈ ചിലമ്പി വല ആ ഗുഹയുടെ വാതിലിൽ ഇങ്ങനെ നിന്നതുകൊണ്ട് അതിനകത്ത് ആരും കാണുകയില്ല, ആരും കടന്നിട്ടില്ല എന്നുള്ള ചിന്ത വന്നതുകൊണ്ട് ദാവീദ് കയറിയ ഗുഹയുടെ മുറി ശൗലിന് ആ സമയത്ത് അശ്രദ്ധനായി മറയ്ക്കപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്, ചരിത്രത്തിലുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ദൈവം തന്റെ ദാസനായിരിക്കുന്ന ദാവീദിനെ ശത്രുവായിരിക്കുന്ന ശൗലിന്റെ കയ്യിൽ നിന്ന് വളരെ അത്ഭുതകരമായി വിടുവിച്ചു എന്ന് നമുക്ക് ആ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ കാണാം. ഈ സങ്കീർത്തനത്തിന്റെ 57 മുതൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് ആ സങ്കീർത്തനത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമോ ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഇന്ന് പകല ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ലോകത്ത് നാം ഒരിടത്തും ഒരിക്കലും സുരക്ഷിതമല്ല. എന്നാൽ നമുക്കൊരു സുരക്ഷിത സങ്കേതമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. അത് ദൈവത്തിന്റെ കരം നമ്മെ മറയ്ക്കുന്നിടം മാത്രമാണ് ലോകത്തൊരു സുരക്ഷിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് കൊറോണ ബാധിച്ച് ഇതൊരു വലിയ വ്യാധിയായി, ഒരു വലിയ ബാധയായി അനേകര് തീരുമ്പോൾ ഇത് മാറി പോകുന്നത് വരെ ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുക. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ദാവീദ് ആ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ കരഞ്ഞു വിളിക്കുന്നതാണ് നമ്മൾ തിരുവചനങ്ങൾ വായിക്കുന്നു. ദാവീദ് ശത്രുവിൽ നിന്ന് ഒരു വിടുതലിനു വേണ്ടി കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര പേര് ജീവിതത്തിൽ അനർത്ഥങ്ങൾ നേരിടുമ്പോ, കഷ്ടതകൾ നേരിടുമ്പോ, വേദനകൾ സഹിക്കുന്ന സാഹചര്യത്തിൽ കരയുവാനൊരു ഹൃദയം. ദാവീദിനറിയാം തന്നെ രക്ഷിക്കുവാൻ, തന്നെ വിടുവിക്കുവാൻ, തന്നെ മാനിച്ച ദൈവമുണ്ട്. തന്റെ ഞെരുക്കങ്ങളിൽ ഒരു വിശാലത തന്ന ദൈവമുണ്ട്. തന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. തന്നെ അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ട് എന്ന് ദാവീദിനറിയാം. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം ശ്രദ്ധിക്കൂ, അത്യുന്നതനായ ദൈവം. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? നമ്മൾ പറഞ്ഞ്
വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവം എന്നെ രക്ഷിക്കും, ആ ദൈവം എന്നെ വിടുവിക്കും. കണ്ടോ, ദാവീദിന്റെ ശത്രുക്കളെ കുറിച്ച് 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം ശ്രദ്ധിക്കുക. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. ഇത് മനുഷ്യരാ. സിംഹങ്ങൾ യാഥാർത്ഥ്യമായ സിംഹങ്ങളല്ല, മനുഷ്യരാണ്. സിംഹത്തെ പോലെ കടിച്ചു കീറുന്നത് പോലുള്ള വ്യക്തിവിദ്വേഷത്തോടുകൂടി ദാവീദിനെ ഒടുക്കിക്കളയുവാൻ, ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ആ ശത്രുവിന്റെ തലത്തിൽ നിന്ന്. എന്റെ അടുത്ത വാക്യം നോക്കിക്കേ. പല്ലുകള് കുന്തങ്ങളും അസ്ത്രങ്ങള് നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ, ഇപ്പൊ മനുഷ്യന്റെ ആ വാക്കും നാക്കിന്റെയും പ്രയോഗം ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കൂ. എന്താ? പല്ലുകള് കുന്തങ്ങളാണ്, പിന്നെ അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ഉണ്ടോ? ലോകത്തിൽ തോക്കുകൊണ്ട് സാധിക്കാത്ത കാര്യം മനുഷ്യന്റെ വാക്കുകൊണ്ട് സാധിക്കുന്നു. ലോകത്ത് മനുഷ്യന് ഏറ്റവും ഭയമുള്ള ഒന്ന് തോക്കും ബോംബും അല്ല, മറിച്ച് മനുഷ്യന്റെ വാക്കാണ്. മനുഷ്യന്റെ വാക്കിന് ലോകത്തെ മറിക്കുവാൻ സാധിക്കും. അങ്ങനെ ലോകത്തെ ജനത്തെ ഇളക്കാൻ സാധിക്കും, ലോകത്തെ ജനത്തെ സംഘടിപ്പിക്കാൻ സാധിക്കും. അത്ര മനുഷ്യന്റെ വാക്ക്. എന്നാൽ ദുഷ്ട മനുഷ്യര്, ക്രൂര മനുഷ്യര് അവരെ ഒടുക്കിക്കളയുന്ന തലത്തിൽ ദാവീദിനെതിരെ നിന്നപ്പോൾ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളെ സമയം കിട്ടുമ്പോൾ 1 ശമൂവേൽ 24 വായിച്ചു നോക്കുമ്പോൾ അറിയാം ദാവീദിനെ ദൈവം എങ്ങനെ അവിടെ വിടിവിച്ചു. ദാവീദിന്റെ ശത്രുവിനെ ദൈവം അവന്റെ കയ്യിൽ കൊടുത്തു. ദാവീദ് അവന്റെ വസ്ത്രത്തിന്റെ അഗ്രഹം അല്പം മുറിച്ചെടുത്തു. ദാവീദിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, യഹോവ പറഞ്ഞിട്ടില്ലേ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഇന്ന് തന്നെ തരുമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതിനുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോഴും ശൗൽ ഉറങ്ങിയ സമയത്ത് അവന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം അല്പം മുറിച്ചെടുത്തപ്പോ ദാവീദിന്റെ മനസാക്ഷിക്ക് കുത്താൻ തുടങ്ങിയെന്ന ശൗല് ദാവീദിനെ കണ്ട സന്ദർഭത്തിൽ ദാവീദ് തന്റെ പരമാർത്ഥതയോടെ വെളിപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ശൗല് ദാവീദിനെ അനുഗ്രഹിച്ചു. ദാവീദ് അവിടെ പരമാർത്ഥതയോടെ സേവിക്കുന്ന ഒരു ദൈവത്തിന്റെ ആ അഭിഷിക്ത ദാസനായിട്ട് നിന്നു. ദാവീദിനെതിരെ ശൗല് ചെയ്യുന്നത് ദോഷമാണ്, പക്ഷെ ദാവീദ് നന്മ കൊണ്ട് ആ തിന്മയെ ജയിച്ചു. ദൈവമക്കളെ, വിശ്വാസയാത്രയിൽ നമുക്ക് പല കാര്യങ്ങൾ അവിടെ ചിന്തിക്കുവാനുണ്ട്. ഞാനെന്നാൽ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് വചനഭാഗം അവിടെ അവസാനിപ്പിക്കുക. നമുക്ക് ഇന്ന് പകൽ ഈ സങ്കീർത്തനത്തിൽ ചിന്തിക്കുവാനുള്ള ഒരു വാക്യം, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമോ, ഈ കൊറോണയോ ഈ രോഗങ്ങളോ ഇത് മാറുമ്പോ വേറൊന്നും വരാം, ഇതെല്ലാം ഒഴിഞ്ഞു പോകുമോ, ഞാനൊരു ചെറുകിട വിശ്രമം പ്രാപിക്കാം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ജീവിതയാത്രയിൽ ഓരോ ദിവസങ്ങളും ഈ ദൈവത്തെ മറക്കരുത്, ഈ ദൈവത്തെ ആശ്രയിക്കുക, യേശുവിനെ ആരാധിക്കുക. എന്റെ വാക്കുകൾ എങ്ങനെ ചുരുക്കട്ടെ? ഇന്ന് പകൽ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന പ്രകാശം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലുള്ള ദൈവവചന ധ്യാനങ്ങളാണ്. ആ വചന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ചില മിനിറ്റുകൾ കൂടി വചനം പറഞ്ഞ് സഭായോഗം ആരംഭിക്കും. നമുക്ക് ഈ സഭായോഗം അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നുള്ള വചനാധ്യായങ്ങൾ, 1-ാം വാക്യം മുതൽ അതിന്റെ 13 വരെയുള്ള വചന ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ആരാധനയ്ക്ക് പാടിയ പാട്ടിന്റെ പല അർത്ഥങ്ങളും ആ പാട്ടിലുള്ള പല കാര്യങ്ങളും ഈ പുസ്തക അധ്യായത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നടന്ന സംഭവമാണ് പെന്തക്കോസ്ത് നാളിൽ ഇത് സംഭവിച്ചത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അപ്പോസ്തല പിതാക്കന്മാരെ ദൈവം ഉപയോഗിച്ച, പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച, ദൈവം അവരിലൂടെ പ്രവർത്തിച്ച, ലോക സുവിശേഷീകരണത്തിൽ ദൈവം അവരെ ശക്തരാക്കിയ ചരിത്രങ്ങളാണ് ഈ സമയം. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം, ആ പുനരുത്ഥാനം മുതൽ കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 ദിവസങ്ങൾ പ്രത്യക്ഷമായി അപ്രത്യക്ഷമായി
അവസാനം അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു ശക്തി ലഭിക്കുമെന്നും ഈ വേദഭാഗത്ത് ഉണ്ട്. അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രസംഗിക്കാൻ പുറത്തു പോകരുത്, സാക്ഷ്യം പറയരുത്, സാക്ഷിയാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെന്തക്കോസ്ത് ദിവസം. പഴയ നിയമത്തിലെ പെരുന്നാളാണ് പെന്തക്കോസ്ത്. പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് ആ പെരുന്നാൾ ദിവസത്തിൽ യെരൂശലേമിൽ മർക്കോസ് എന്ന് പറയുന്ന ആ ശിഷ്യന്റെ വീട്ടിൽ 120 പേര് കൂടിയ ഒരു സംഘം ഈ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10-ാം ദിവസം അതിരാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഭവനത്തിൽ കൂടിയ 120 പേരിലേക്ക് പകർന്നു. അതാണ് പെന്തക്കോസ് അനുഭവം. പെന്തക്കോസ് എന്ന് പറഞ്ഞ സംഘടനയല്ല, പെന്തക്കോസ് ഒരു അനുഭവമാണ്. ആത്മസ്നാനം പ്രാപിച്ച്, ആത്മനിറവ് പ്രാപിച്ച്, അഗ്നിസ്നാനം പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്ന ഒരു പ്രത്യേക കുടിവരവിന്റെ കൂട്ടമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യുക. പെന്തക്കോസ്തുകാരുടെ സംഘടന പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് റിലീജിയസ്. റിലീജിയൻ ഒന്നുമല്ല, ഇതൊരു അനുഭവമാണ്. ആ അനുഭവമാണ് ഞാൻ ഇന്ന് പകല് നിങ്ങളോട് പ്രസംഗിക്കും. ഞാൻ ഈ പ്രസംഗം ഒരു പ്രാവശ്യം കൂടെ സഭയ്ക്ക് പ്രസംഗിക്കും. അത് പൊതുസഭ കൂടുന്ന സമയത്ത് പ്രസംഗിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനങ്ങൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ നടന്ന കാര്യങ്ങളുടെ ഒരു പഠനമാണ്, ഒരു ധ്യാനമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ ഇതെന്തായിരിക്കും. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോസ്തോലിക പിതാക്കന്മാർ പരിശുദ്ധാത്മാ സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിൽ ഒരു സ്നാനമുണ്ടെന്ന് പ്രവാചകനായിരിക്കുന്ന യോവേൽ പ്രവചിച്ചിട്ടുണ്ട്, എസെക്കിയേൽ പ്രവചിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ പലരും പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചന ഭാഗങ്ങളിലേക്ക് ഇന്ന് മകൻ ഞാൻ വിരൽ ചൂണ്ടുന്നില്ല. എന്നാൽ ഇന്ന് മകൻ സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാം. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നു. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മർമ്മമായ ഒരു കാര്യം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്രസംഗിക്കുന്ന കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം ഒരു ശക്തിയായോ അല്ലെങ്കിൽ കേവലം ഒരു ശബ്ദമായോ നിങ്ങളെ ചിന്തിക്കരുത്. ദൈവത്തിന് തുല്യനാണ് ദൈവപരിശുദ്ധാത്മാവ്, പുത്രന്റെ തുല്യനാണ് ദൈവപരിശുദ്ധാത്മാവ്. ദൈവത്തിന് എത്ര ശക്തിയുണ്ടോ അത്രേ ശക്തി പരിശുദ്ധാത്മാവിന്. അപ്പൊ നിങ്ങളെ ചിന്തിക്കും, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് 3 ദൈവങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഉണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സൃഷ്ടിപ്പിന്റെ നാൾ തുടങ്ങി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് കൂട്ടായ്മ പുലർത്തുന്ന ആ തന്റെ ജനത്തോടുകൂടെ എല്ലാ കാലവും ദൈവം വസിക്കുന്നു എന്നുള്ള ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ പതിയണം. ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് 1 തീമോഥെയോസ് 2:5 വായിക്കുമ്പോൾ കാണാം. അതുപോലെ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം 6-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ യഹോവ ഏകൻ എന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ചരിത്രം മുതൽ പഠിച്ചാൽ ദൈവം യഹോവ, പഴയ നിയമകാലത്ത് ദൈവം തന്നെ ജനത്തിന് വെളിപ്പെടുത്തിയ നാമമാണ് യഹോവ. ഇംഗ്ലീഷിൽ അതിന്റെ വാക്യ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ സ്വയസ്ഥിതനായി തന്നെത്താൻ വെളിപ്പെടുത്തിയ ദൈവം എന്ന ഒന്ന്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? തന്റെ ജനത്തിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ ഒരു നാമമാണ് യഹോവ എന്ന നാമം. എന്നെയും നിങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പേരുകൊണ്ടാണ്. നമുക്കൊരു വീട്ടുപേരുണ്ട്, നമുക്കൊരു അപ്പനുണ്ട്, അമ്മയുണ്ട്. എങ്കിലും നമ്മെ അല്പം കൂടെ ഐഡന്റിറ്റി നമ്മുടെ തിരിച്ചറിയുന്നത് നമ്മുടെ കണ്ണിലുള്ള മറുതൊന്നും അല്ല, നമുക്കൊരു പേരുണ്ട്. ദൈവത്തെ ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ
ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയ നാമം. അതാണ് ആ നാമം എങ്ങനെ വെളിപ്പെടുത്തി? പ്രവാചക ശബ്ദത്തിന് മുൻപ് ദൈവ ശബ്ദം നേരിട്ട് തേജസ്, പ്രത്യക്ഷതകള്, ഇങ്ങനെ പഴയ നിയമകാലത്ത് ദൈവം അത് വെളിപ്പെടുത്തി. പിന്നീട് പ്രവാചകന്മാരിലൂടെ ആ ദൈവശക്തികൾ വ്യാപരിച്ചു. അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആരാധനയ്ക്ക് ക്രമീകരണങ്ങൾ ഉണ്ടായി. അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടു. അങ്ങനെ സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി. മലാക്കി പ്രവചനം വരെ ആ പേരിങ്ങനെ നിൽക്കുമ്പോ യോഹന്നാന്റെയും മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഇങ്ങനെ ആ സുവിശേഷങ്ങൾ 4 നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാം. മലാക്കി പ്രവചനവും മത്തായി സുവിശേഷവും തമ്മിൽ 450-430 കാലഘട്ടത്തിന്റെ ദൈർഘ്യം. ആ കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദമില്ല, അഭിഷേകമില്ല, ആത്മപകർച്ചയില്ല, ആരാധനയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം ആ മഹത്വം വെടിഞ്ഞു, മനുഷ്യരായി തന്റെ ജനത്തിന് മുൻപിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. സംശയമുള്ളവര് ഫിലിപ്പിയാലേഖനം 2:6-10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിന്റെ പുത്രനായ രൂപത്തിലുള്ള താഴ്ചയുടെ 7 പടികൾ നിങ്ങൾക്ക് അവിടെ ധ്യാനിക്കുമ്പോൾ കാണാം. ഞാൻ സമയ കുറവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. യേശു ക്രിസ്തു ആരാണ്? ദൈവമായിരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനാണ്. അവൻ പൂർണ്ണ ദൈവമാണ്. അവൻ പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനാണ്. ഭൂമിയിലായിരുന്നപ്പോൾ അവൻ തന്റെ ജനത്തിന് വേണ്ടി നേരിട്ട് വന്ന് വെളിപ്പെടുത്തി. നമ്മൾ ആ തലമുറയിലല്ല, നമ്മൾ പുതിയ തലമുറയാണ്. എന്നാൽ നമുക്ക് മുൻപുള്ള പിതാക്കന്മാർ ആ ദൈവത്തെ നേരിൽ കണ്ടു. ആ ദൈവത്തോടുകൂടെ സഞ്ചരിച്ചു. ആ ദൈവത്തെ അതേ അറിഞ്ഞു. ആ ദൈവത്തിന്റെ ശക്തി അവർ മനസ്സിലാക്കി. ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർക്ക് വെളിപ്പെടുത്തി. മരിച്ചവരെ ഉയർപ്പിച്ചു. രോഗികൾക്ക് സൗഖ്യം, കുരുടർ കണ്ടു, ചെകിടർ കേട്ടു, ഊമന്മാരുടെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു, വിഷാദിന്റെ ബന്ധനങ്ങൾ തകർക്കപ്പെട്ടു, അനേകർക്ക് ആശ്വാസമായി. ആ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വേദപുസ്തകത്തിൽ എവിടെയല്ല യേശു ക്രിസ്തു മരിച്ച് ഇന്നും അങ്ങനെ കിടക്കുന്നെന്ന് ഒരിടത്ത്. യേശു ഉയർത്തെഴുന്നേറ്റു. 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷം, പത്രോസിനായി പ്രത്യക്ഷം, തന്റെ കൂടെ തന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ യാക്കോബ്, യോസെ, യൂദ ഇവർക്ക് വെളിപ്പെടുത്തി. യാക്കോബൊക്കെ വിശ്വസിച്ചു, യൂദായൊക്കെ വിശ്വസിച്ചു. അവരൊക്കെ വിശ്വസിക്കത്തക്ക നിലയിൽ യേശു ആരാണെന്ന് വെളിപ്പെടുത്തി. മരിക്കുന്നതിന് മുൻപ് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി. യേശു മരിച്ചു, അടക്കപ്പെട്ടു. ലോകത്ത് പല കല്ലറകളും അടങ്ങി കിടക്കുമ്പോൾ ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ ദൈവപുത്രന്റെ കല്ലറയാണ്. അവിടെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തിരിക്കുന്നു. അങ്ങനെ അവൻ പോകുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. ഒരാത്മാവിൽ ദൈവം പിന്നെയും തന്റെ ജനത്തോടുകൂടെ വസിക്കുക. ഇതൊരു കൃപാകാലഘട്ടമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ഈ യുഗത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. പരിശുദ്ധാത്മാവിനെ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. ആ ശക്തി ഏറ്റെടുത്തവരാണ്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരാണ്. ഇനിയൊരു വെളിപ്പെടുത്തലില്ല. നമ്മൾ അതിന്റെ അവസാന ടൈമിൽ എത്തിയിരിക്കുക. ഇനി കർത്താവ് മടങ്ങി സഭയെ ചേർക്കും. അതിനുവേണ്ടി നമ്മെ ഒരുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കേൾക്കുമെന്ന് നാം അറിയുന്നില്ല. ആ മടങ്ങി വരവിൽ കർത്താവിന് വേണ്ടി നമ്മെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആ ശുശ്രൂഷയാണ് നമ്മൾ ഇന്ന് ഈ വായിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് തന്നെ കണ്ട് നമ്മൾ ആരാധനയിൽ ദൈവത്തിന് മഹത്വം. ഈ 2-ാം അധ്യായത്തിലെ ഞാൻ ചില വേദഭാഗങ്ങൾ പറയാം. പെന്തക്കോസ്ത് നാൾ എന്നൊരു പെരുന്നാൾ പഴയ നിയമകാലം. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് യെരൂശലേം ദേവാലയത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയിരിക്കുന്ന സകല യഹൂദന്മാരും ആരാധനയ്ക്ക് യെരൂശലേമിൽ എത്തുക പതിവായി.
ആ സന്ദർഭത്തിലാണ് ഇവര് ഈ പ്രാർത്ഥനയോടെ എങ്ങനെ ഇരുന്നു എന്നതിന്റെ 14-ാം വാക്യത്തിൽ, അതിന്റെ 12 മുതൽ ആരൊക്കെ ഇരുന്നു, 14-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ അവരൊക്കെ ഇരുന്നവരുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, സഹോദരന്മാരോടുകൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. അപ്പൊ ഏകദേശം 120 പേര് ഒരു മനപ്പെട്ടു പ്രാർത്ഥന കഴിച്ചു. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടി. അപ്പൊ ഒരു മനപ്പെട്ട് ഒന്നിച്ചു കൂടി. ഇതിൽ നിന്നൊരു ആത്മീയ മർമ്മം മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഇരിക്കുന്നവരിലല്ല കാരണം, ഇരിക്കുന്നിടത്ത് ഒരു ഒരുമപ്പെട്ട് ഒന്നിച്ചിരുന്നാൽ അവിടെ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. പല മനസ്സ്, പല ബുദ്ധി, പല ചിന്ത, പല വിചാരങ്ങൾ, പല വിമർശനങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഒരു പ്രയോജനമില്ല. 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 44-ാം വാക്യം. സഭയ്ക്കകത്ത് കൂടിയത് എങ്ങനെയാണ്? 44-ാം വാക്യത്തിലുണ്ട്, വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. 46 വായിക്കുമ്പോൾ കാണാം, എല്ലാവർക്കും പങ്കിടുകയും ഒരു മനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി, ദിനം പ്രതി കൂടി ഒരു മനപ്പെട്ട് വിശ്വസിച്ച്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ശരിയായ വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? നമ്മുടെ ശരീരത്തിനകത്ത് ദൃഢമായിരിക്കേണ്ട ഒന്ന് ദൈവവിശ്വാസം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് പലരുടെയും കൈകളിൽ ബൈബിളുണ്ട്, പലരുടെയും വീടുകളിൽ ബൈബിളുണ്ട്. പക്ഷെ പല ബൈബിളിൽ എഴുതി വെച്ചത് പലരും വിശ്വസിക്കാത്ത നിലയിൽ ബുദ്ധിയെ കെട്ടി ആത്മമണ്ഡലത്തെ മറച്ച് പലരിലും ഇരുത്തി അവധിക്കുന്നു. ഇന്ന് ആത്മാവിന്റെ ശക്തിയ ആയിരത്തിന്റെ ബന്ധങ്ങളെ അഴിഞ്ഞ നമുക്ക് ഇതിൽ ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കാം. സ്വതന്ത്രം സ്വതന്ത്രം ശക്തമായ ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ നമ്മുടെ ദൈവത്തെ ഒരുമിച്ച് ഒരുമനപ്പെട്ടിരിക്കുന്നു. ആത്മാവിന്റെ ഐക്യതയിൽ നമ്മളിരിക്കും. ഇവിടെയാണ് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നത്. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം സമയം കിട്ടുമ്പോൾ വീട്ടിലിരുന്ന് ഓരോ അധ്യായങ്ങളും വായിച്ച് പഠിക്കും. ഞാൻ ഈ പുസ്തകം പ്രദേശസഭയിൽ ക്ലാസ് എടുത്തു. 3 വർഷം കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിച്ചത്. എന്നിട്ട് 28-ാം അധ്യായം ഞാൻ പഠിപ്പിച്ചില്ല. 27 വരെ 3 വർഷം കൊണ്ട് പഠിപ്പിച്ചു. ഇതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ നാം മനസ്സിലാക്കിക്കും. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ഒരു പേര് പോലും ഇന്നത്തെ പെന്തക്കോസ്തിന് പറയാൻ കഴിയത്തില്ല. അതിനൊരു നിഴൽ പോലും പറയാൻ പറ്റത്തില്ല. പിന്നെയോ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു പ്രാദേശിക കൂടിവരവ് എന്നതിലുപരിയായി നമുക്കൊന്നും അവകാശപ്പെടാനില്ല. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു ദൈവ സഭ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തിയില് നിലനിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുത്തി ദൈവവചനത്തിൽ നിലനിന്ന് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇന്നത്തെ സഭ ജനാധിപത്യം, രാഷ്ട്രീയം, തട്ടിപ്പ്, വെട്ടിപ്പ് എന്ന് വേണ്ട, ഇല്ലാത്ത എല്ലാ മണ്ഡലങ്ങളും ഇതിനകത്ത് ഉറഞ്ഞുകൂടി കിടക്കുകയല്ലേ. എന്ന് പകല് നമ്മിൽ ഒരു വലിയ മാനസാന്തരം വരട്ടെ, ഒരു അനുതാപം വരട്ടെ, ഒരു ആരാധന വരട്ടെ. ഒന്നിച്ചുകൂടി 2-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിച്ച്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പെട്ടെന്ന് ലൂക്കോസായിരുന്നു എഴുതുകാരൻ. ലൂക്കോസിന്റെ ശൈലിയിലുള്ള ഒരു വാക്യമാണ് ഇമ്മീഡിയറ്റ്, സഡൻലി, പെട്ടെന്ന്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒത്തിരി ഭാഗം ഒരു വലിയ കാറ്റ്. ആ കാറ്റ് ഇങ്ങോട്ട് വന്ന് മർക്കോസിന്റെ മാളിക മുറിയാകുന്ന ആ വീട്ടിന്റെ അകത്തേക്ക് വലിയ മുഴക്കം പോലെ, കാറ്റും മുഴക്കും. ഇംഗ്ലീഷ് ബൈബിള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന്, റിഷിംഗ് മൈറ്റി വിൻഡ്, ശക്തിയേറിയ കൊടിയ കാറ്റ്. നമ്മളിവിടെ കാണുന്ന ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ അല്ല, അതിലൊക്കെ അപ്പുറത്ത്. ഞാൻ ഒരിക്കൽ പത്രത്തിൽ വായിച്ചു,
ആലപ്പുഴയിൽ ശക്തമായ കാറ്റടിച്ചപ്പോ അരകല്ലിന്റെ മീതെ ഇരുന്ന അരകല്ലിന്റെ പിള്ള കാറ്റടിച്ചപ്പോ പറന്നുപോയി. അപ്പൊ ശക്തിയായ കാറ്റടിച്ചാൽ അരകല്ലും പിള്ള പറക്കും. കാറ്റടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വലിയ വൻവൃക്ഷങ്ങൾ കടമൊഴുകി വീഴുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ വൃക്ഷം നിന്നിടത്ത് നിന്ന് അല്പം കൂടെ മാറി കിടക്കുന്നതായിട്ട് കാണുമ്പോൾ, അതിന്റെ ചുവടിൽ നിന്ന് അത് മാറിക്കിടക്കുന്നത് കാണുമ്പോൾ ആ കാറ്റിന്റെ ശക്തി മനസ്സിലാവും. ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞു, കുടുംബസ്ഥയാണ്, 45 കിലോയും സഭയിലെ വിശ്വാസിയാണ്, 2 മക്കളുടെ അമ്മയാണ്, പക്ഷെ 45 കിലോയും ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് കൊടയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്രത്യക്ഷിതമായ ഒരു കാറ്റടിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഈ കൊടയോടുകൂടി ഏലിയാവിനെ എടുക്കപ്പെട്ടതുപോലെ ഞാൻ എടുക്കപ്പെടുന്നതുപോലെ എനിക്ക് തോന്നി. കാറ്റിന്റെ ശക്തി. കാല് പറഞ്ഞില്ല, വീണില്ല, അങ്ങനെ അനുഭവപ്പെട്ടു. സഭാഹോളിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളിലേക്ക് ഈ ആത്മാവിന്റെ പകർച്ച വരുമ്പോൾ അവരെ പറഞ്ഞിട്ടുണ്ട്, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് ആ സമയത്ത് വ്യാപരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ആരാധനയ്ക്ക് അവസരങ്ങൾ തന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ നിന്ന് ശ്രദ്ധിക്കാറുണ്ട് ഈ ആരാധനയിലെ മുഴക്കം. ചിലപ്പോൾ ഞാൻ സഭാഹോളുകളിൽ യോഗങ്ങൾക്ക് ക്ഷണിക്കുന്ന സമയത്ത്, ആരാധന നിൽക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ കുറച്ചു നേരം ഹോളിന്റെ പുറത്ത് നിൽക്കും. ഈ ആരാധനയ്ക്കകത്ത് സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന മുഴക്കവും ആ പരിശുദ്ധാത്മ പകർച്ചയുടെ ആ അനുഭവം കേൾക്കാൻ ഒരു ഭയങ്കര ആനന്ദം. നമ്മുടെ ഓർഗൻ വായിക്കുമ്പോൾ ഇതിനൊരു പ്രകമ്പന ശബ്ദമുണ്ട്. അത് നല്ല താളാത്മകമായി വായിച്ചാൽ നമുക്കത് അനുഗ്രഹമാണ്. പക്ഷെ ഈ ശബ്ദം നിൽക്കുന്നതല്ല പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത്. കൊണ്ടുനിൽക്കുമ്പോൾ നിൽക്കുന്നതല്ല, ഇതൊരു ശക്തിയായ ഒരനുഭവമാണ്. നിങ്ങള് ഈ ആരാധനയ്ക്ക് വന്നവരൊന്ന് ഉറങ്ങുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാറ്റൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കസേരയൊക്കെ ഇവിടെ മാറിയിട്ടൊരു പോക്കുണ്ട്. അന്യഭാഷ പറയണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം അന്യഭാഷകൾ പറയണം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആത്മാവിൽ പറയണം. ഇവിടെയുള്ളവരെല്ലാം ആത്മശക്തിയുള്ളവരായി മാറണം. നമ്മൾ ഈ സഭയിൽ വന്ന് ഈ ചാരു കസേരയിൽ ഇരുന്ന് 2 കസേരയുടെയും പിടിയിൽ കൈമുട്ട് വെച്ച് ഈ കൊച്ചുകുട്ടികളിൽ കൊട്ടുന്ന പോലെ കൊട്ടരുത്. നമ്മുടെ ലിങ്സൊക്കെ ഒന്ന് അങ്ങനെ അകന്ന് നല്ലപോലെ ഒന്ന് ആരാധിച്ച് ആ ആരാധനയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോ, നിങ്ങൾ സ്തോത്രം പറയുമ്പോ, നിങ്ങൾക്കറിയാവുന്ന പോലെ പാടുമ്പോ, ശക്തിയോടെ കരങ്ങൾ കൊട്ടുമ്പോ നിങ്ങളുടെ ഒരു ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളുടെ ഒരു അഭിഷേകം പകരും. നിങ്ങൾക്കൊരു ചൈതന്യമാണ്, നിങ്ങൾക്കൊരു ഉണർവാണ്, നിങ്ങൾക്കൊരു ജീവനാണ്, നിങ്ങൾക്കൊരു സൗഖ്യമാണ്, നിങ്ങൾക്കതൊരു ബലമാണ്. അതാണ് പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ പെന്തക്കോസ്ത് ഹോളിൽ ആദ്യമായിട്ട് ആരാധനയ്ക്ക് പോയത് ഇവിടുത്തെ പഴയ ഹോളിലാണ്. അന്ന് ഒരമ്മച്ചി, ഇന്നാരി അമ്മച്ചി മരിച്ചുപോയി. സഭയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം ലജ്ഞമല്ല. ഞങ്ങൾ ഒരു ദിവസം പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഞാനും ഇന്നദ്ദേഹം കർത്തദാസനാണ്, ഒരു സഹോദരനും കൂടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ കൂട്ടി ഞാനിങ്ങനെ വരുമ്പോൾ ഈ സമയം പോയിട്ട് ഓടിപ്പോകുന്ന ഒരു അമ്മച്ചിയുടെ യാത്രയിലാണ് ഞങ്ങൾ. തോളിൽ ബൈബിൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഓടുകയാണ്. ചെറിയ നടപ്പാണ്, അതിന് ഓട്ടം പോലെ. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയെ കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഇവിടുത്തെ പഴയ ഹോളിൽ ഏറ്റവും പുറകിൽ ഇരുന്ന ആ സമയം ഞാൻ ഒരിക്കലും ഓർമ്മ. അന്ന് ഇവിടുത്തെ പാട്ടുപാടിയുള്ള ആരാധനയിൽ ഒരു ആത്മസാന്നിധ്യം എന്നെ സ്പർശിച്ചു. അന്നിവിടെ തോമാച്ചായ എന്ന് പറയുന്ന കർത്തദാസനാണ് ശുശ്രൂഷ. ഞാൻ പിന്നീട് 14 മൈലിലേക്കാണ് അന്നത്തെ കാലഘട്ടത്തിൽ ബസ് സൗകര്യം നോക്കി രാവിലെ ആരാധനയ്ക്ക് പോകത്തക്ക നിലയിൽ മറ്റൊരു കർത്തദാസനെ പരിചയപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ അവിടെ പോയി സ്നാനപ്പെടുന്നതെന്ന് ഇടയായി. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കണം, പെന്തക്കോസ്ത് ആരാധനാലയത്തിൽ ഈ ആത്മശക്തി ഉണ്ട്. നമ്മുടെ ഇടയിൽ ചിലരില്ലാതില്ലെങ്കിലും ഇതില്ല എന്നില്ല, ഇതുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ് പലരും ഇതുണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ഒരു കാലത്ത് പെന്തക്കോസ്തുകാരെ കളിയാക്കിയവര്, അന്യഭാഷകളെ കളിയാക്കിയവര്
ഇന്ന് ഇതുണ്ടെന്ന് പറഞ്ഞ് അവകാശപ്പെടുമ്പോ ലോകത്തൊരു സത്യമുണ്ട്. അത് ആര് മൂടി വെച്ചാലും മറച്ചു വെച്ചാലും ആ സത്യം ഒന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതുവരെ ഞാൻ പ്രസംഗിക്കുന്ന ഈ കാര്യം സത്യമാണെന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുക. ഈ തലമുറയ്ക്ക് അത് ബോധ്യമാകട്ടെ. രണ്ടാമതായിട്ട് അവിടെ സംഭവിച്ച കാര്യം ശ്രദ്ധിക്കുക. കൊടിയ കാറ്റ് ആ മുറിക്കകത്ത്, അത് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഈ ഹോളിനകത്തേക്ക് അത് വന്ന ഈ സ്ഥലം മുഴുവനും ഇനി ഇതിനകത്താ ബാക്കിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാം വാക്യം, അഗ്നിജ്വാല പോലെ, അഗ്നിയെന്നല്ല, അഗ്നിജ്വാല പോലെ, ലൈക്ക് ദാറ്റ്, അതുപോലെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ അവർ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ഒരു നാവ് പ്രത്യക്ഷമായി, അവർക്ക് പ്രത്യക്ഷമായി. അവിടെ സംഭവിച്ച രണ്ടാമത്തെ കാര്യം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അക്ഷരികമായിട്ടുള്ള ഒരു തീയാണ് അവിടെ വ്യാപരിച്ചിരുന്നതെങ്കിൽ അതിനകത്തൊരു കത്തൽ വന്നു. എന്നാൽ അക്ഷരികമായിട്ടുള്ള ഒരു തീയല്ല, ഒരു ആത്മീകമായ തീയ. അവരവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഒരു തീജ്വാല പോലെ, ഒരു നാവുകൾ പോലെ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകള് ഇങ്ങനെ അതിനകത്തിരിക്കുന്ന ഓരോരുത്തരിലേക്ക് ആ മുഴക്കത്തിൽ നിന്ന്, ആ കൊടിയ കാറ്റിൽ നിന്ന് അവരിലേക്ക് ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കുക. സ്വതന്ത്രം 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 ശക്തിയോടെ സ്വതന്ത്രം ചെയ്യാം. ഇന്ന് പകൽ ദൈവങ്ങളെ ശക്തി നമ്മളിൽ നിന്ന് വ്യാപരിക്കട്ടെ. അഭിഷേകം നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ആത്മബലം നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ശക്തമായ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അത് അവരിൽ ഓരോരുത്തരിലേക്കും നിറഞ്ഞു. ഇന്ന് പകൽ ഇത് കേൾക്കുമ്പോൾ ഹൃദയങ്ങളോടെ തുറന്ന, കാതുകൾ തുറന്ന ഇതാകത്തേക്ക് ഈ ആത്മമണ്ഡലം വെളിപ്പെടുക. ഇതാണ് ഈ അഗ്നിസ്നാനം. ആത്മസ്നാനവും അഗ്നിസ്നാനവും രണ്ടല്ല, ഒന്നാണ്. ഒരുമിച്ച് വ്യാപരിച്ചു. ആദ്യ ആത്മസ്നാനം, അതോടൊപ്പം തന്നെ അഗ്നിസ്നാനം. ഇത് പ്രത്യേകമായിട്ട് തരംതിരിച്ച് ഉപദേശത്തിലൊക്കെ വ്യത്യാസം വരുത്തി കോട്ടി പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ആത്മസ്നാനം നടക്കുന്നിടത്ത് അഗ്നിസ്നാനവും നടക്കും. മൂന്നാമതായിട്ട് അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. 4-ാം വാക്യമാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മസ്നാനം ഒരിക്കൽ, അഗ്നിസ്നാനം ഒരിക്കൽ, ആത്മനിറവ് എല്ലായ്പ്പോഴും. ദൈവമക്കളെ, ഞായറാഴ്ച തോറും കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലാണ് നിറയുന്നത്. ഈ ആത്മസ്നാനം പ്രാപിച്ചവരിലാണ് ആത്മനിറവുള്ളത്. ആത്മാവിൽ നിറയുന്നതിന് പ്രത്യേക സ്ഥലം വേണ്ട, ഹോള് വേണ്ട. ഒറ്റയ്ക്ക് മുറിക്കകത്തിരിക്കുമ്പോൾ ആത്മാവിൽ നിറയാം. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയാം. സഹോദരന്മാർ ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ ആത്മാവിൽ നിറയാം. ആത്മാവിൽ നിറയുന്നത് സമയ വ്യത്യാസമില്ല. ഏത് സമയത്തും ആത്മാവിൽ നിറയാം. വചനമുള്ളവരുടെ ഉള്ളിൽ എപ്പോഴും ആത്മാവിൽ നിറയാം. ഒരു വിശ്വാസി എപ്പോഴും ആത്മാവ് നിറഞ്ഞുകൊണ്ടേയിരിക്കണം. ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാണ്. അതൊരു കൽപ്പനയാണ്. ഭാഷാന്തരത്തിൽ ഇങ്ങനെയാ, ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിപ്പീൻ. എത്ര പേര് ഇന്ന് രാവിലെ എഴുന്നേറ്റു, ആത്മാവിൽ ദൈവത്തെ പാടി ആരാധിച്ചു, ആത്മാവ് നിറഞ്ഞോ, അന്യഭാഷ പറഞ്ഞോ? രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അടുത്ത ആഴ്ചയിൽ ബൈബിൾ എടുത്തുകൊണ്ട് പോരുമ്പോൾ തന്നെ ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു ആത്മാവ് ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകി
ആരെങ്കിലും പറയുന്നത് കേട്ട് അന്യഭാഷ പറഞ്ഞതല്ല. വായിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് പറഞ്ഞു എന്നല്ല. ഇവിടെ വിവരിച്ചിരിക്കുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അപ്പം പരിശുദ്ധാത്മാവ് ഉച്ചാരണം കൊടുത്തു. സ്വതന്ത്രം സ്വതന്ത്രം ശക്തിയുള്ള ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരിക്കും ഒരു വിടുതല് എന്റെ വിശ്വാസയാത്രയിൽ ലഭിച്ചത് ഈ ആത്മശക്തി എന്നിൽ വ്യാപിച്ചപ്പോൾ. അപ്പോഴാണ് എന്റെ ബന്ധനങ്ങളൊക്കെ അഴിയുന്നത്. ഇന്ന് പകല് നിന്റെ ബുദ്ധിയോട് കെട്ടിയിരിക്കുന്ന, നിന്റെ ശരീരത്തെ രോഗം വിട്ട് കഷ്ടപ്പെടുത്തുന്ന, നിന്റെ വഴികളെ തടയുന്ന, അവൻ നിന്റെ തലമുറയെ കെട്ടുന്ന, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചകളെ തടയുന്ന സകല ബന്ധനങ്ങളെ അഴിക്കുന്നത് ഈ ആത്മശക്തിയുടെ ആരാധനയാണ്. അന്യഭാഷ പറയാം, അന്യഭാഷ പറഞ്ഞാലല്ല നേട്ടം, അന്യഭാഷ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പറയുന്നത് പറയരുത് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ശക്തിയോട് പറയുക, ഇത് പറഞ്ഞാൽ വിടുതലുണ്ട്, ഇത് പറഞ്ഞാൽ സൗഖ്യമുണ്ട്, ഇത് പറഞ്ഞാൽ സ്വസ്ഥതയുണ്ട്, ഇത് പറഞ്ഞാൽ സമാധാനമുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കാം. ഇത് സഭായോഗത്തിന് വന്നാൽ കൈ പഠിക്കുകയില്ല. അലസരായി അശ്രദ്ധരായി നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതം പോക്ക, നിങ്ങളുടെ ജീവിതം പാഴ. ഇന്ന് പകരം ശക്തിയോടെ ഞാൻ പറയാ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഇരുപത് പറയുന്നുണ്ട്, വൃത്തിയാലാക്കുന്നതിൽ 1 കൊരിന്ത്യറിലുണ്ട്, ആത്മാവ് തനിക്ക് ഹിതമുള്ളവർക്ക് ഇത് വിഭാഗിച്ചു കൊടുക്കുന്നു. കൃപാവരങ്ങളെ കുറിച്ച് വിഭാഗിച്ച് 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 തരിക. അന്യഭാഷ എല്ലാവർക്കും കിട്ടും. എന്നവർക്ക് വിശ്വാസമുണ്ട്. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ചിലര് വാ തുറക്കുന്നില്ല. ഇപ്പൊ മാസ്കും കൂടെ ആയപ്പോ ഭയങ്കര അനുഗ്രഹമാണ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്കിവിടെ നിങ്ങളെ നോക്കുമ്പോൾ മാസ്ക് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ചൂണ്ടനക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങളുടെ കണ്ണും കാതും ഒക്കെ ചലനങ്ങൾ കണ്ടാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കി. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം, ദൈവത്തിന് സ്തോത്രം പറയണം. അവൻ വായ തുറന്ന് ദൈവത്തെ ആരാധിക്കണം. അറിയാവുന്ന ഭാഷയില് ദൈവത്തെ ആരാധിക്കുമ്പോ അതരങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കുമ്പോ സമയത്തിന്റെ കൂടാതെ ഈ സമയത്തിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയത് കണ്ടോ. അതിന്റെ അടുത്ത വാക്യങ്ങളുണ്ടോ, അന്യഭാഷ പറഞ്ഞു തുടങ്ങിയത്. അതിന് മുമ്പ് അന്യഭാഷയില്ല, അന്ന് അന്യഭാഷ പറഞ്ഞു തുടങ്ങി. അപ്പൊ ആത്മസ്നാനത്തിന്റെ പ്രത്യക്ഷ അടയാളമായിട്ട് നമ്മൾ കാണുന്നത് അന്യഭാഷയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. പെട്ടെന്ന് തന്നെ കരഞ്ഞില്ലെങ്കിൽ ചിലപ്പം അതിനെ തട്ടി തലോടും. ചെറിയുള്ള പശു പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കിടാവ് ചില മണിക്കൂറുകൾക്ക് ശേഷം എഴുന്നേറ്റ് ഓടും. അമ്മയുടെ അകിടിൽ ചെറുത് മുലപ്പാല് വലിച്ചു കുടിച്ചു മുളയ്ക്കിട്ട് തട്ടി ജീവൻ കാണിക്കുക. വൃക്ഷത്തെ അതൊരു തൈയായി നട്ട് വളർന്നാൽ അതിനൊരു ഫലം. അതുപോലെ തന്നെയാണ് ആത്മാവിൽ നിറഞ്ഞോ അടയാളമാണ് ഭാഷ. സ്വതന്ത്രം ചെയ്യാമോ? സ്വതന്ത്രം ശക്തിയോട് സ്വതന്ത്രം ചെയ്യാമോ? ആ കരം തട്ടിയെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇരിക്കുന്ന സകലരും അന്യഭാഷ പറയാം. ഇത് എൻ്റെ മോനുൾപ്പെടെ ഗവിനെ ഞാൻ പ്രതിഷ്ഠിച്ചതാണ്. ഞങ്ങളുടെ ഡാനി ഐബിന് ഇതെല്ലാം അന്യഭാഷ പറയണം. വിറ്റു ജിനു ഇതെല്ലാം അന്യഭാഷ പറയും. പ്രായമുള്ളവരെ ഞാൻ പേര് തൊടുന്നില്ല. നിങ്ങളൊന്ന് അന്യഭാഷയിൽ ഉള്ളവർ പറയാതിരിക്കരുത്, ഇല്ലാത്തൊരു പ്രാപിച്ചോ. സ്വതന്ത്രം സ്വതന്ത്രം നമ്മുടെ പോലിന്റെ ചിത്രം മനസ്സിലാമാറാൻ നമ്മുടെ മന്ദതയ്ക്ക് നിന്ന് മാറണമെങ്കിൽ ഈ ദൈവശക്തി നമ്മളെ വ്യാപരിച്ചാൽ മാത്രമേ സാധിക്കൂ.
ഇതിൽ മാത്രമേ വിടുതലുകളൊക്കെ നടക്കുകയുള്ളൂ. ഈ അധ്യായത്തിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ധ്യാനത്തിലും ചിന്തയിലുമുണ്ട്. ഞാൻ സമയത്തെ തീരുമാനിക്കും. നമുക്ക് കൂടുതൽ സമയം ഇത് വീട്ടിക്കൊണ്ട് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വചന ധ്യാനം പ്രോത്സാഹിപ്പിക്കുക. പെന്തക്കോസ്ത് നാളിൽ നടന്ന പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയെക്കുറിച്ച് നിങ്ങൾ ആ 13 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കും. ഞങ്ങൾ തൊട്ട് നിങ്ങളോട് പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കുക. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായി. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം പറഞ്ഞു. കണ്ടോ, പോളിനകത്ത് മുഴക്കവും കാറ്റും തീജ്വാലയും അകത്ത് വ്യാപിച്ചപ്പോൾ പുറത്തുനിന്ന് ആൾ ഓടിക്കൂടി. ആത്മാക്കൾ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അകത്ത് നല്ല ആരാധന ഉണ്ടാകും. അങ്ങനെ ആരാധന വന്നെങ്കിൽ എൻ്റെ ആള് തന്നെ ആളുകൾ കൂട്ടം കൂടും. പിന്നെ ആളുകൾ വന്നാൽ പോകുന്നില്ല. അകത്ത് ആത്മീക ആരാധന വേണം. തീവ്രമായി ജ്വലിക്കപ്പെടണം. ആളി കത്തണം. ആത്മാവിൽ നിറയണം. അതാണ് ദൈവസഭ. ഇത് കത്താത്തോണ്ടാണ് നമ്മുടെ സഭകളിലേക്ക് ഇപ്പൊ ആളുകള് പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത്, ഒരു കാലത്ത് നമ്മുടെ സഭകളിലൊക്കെ ഈ സ്വർണത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ സ്വർണം നമ്മൾ ഉപയോഗിച്ച് സ്നാനപ്പെടുത്താറില്ല, കല്യാണം നടത്താറില്ല. അതുകൊണ്ട് സ്വർണം ഉപയോഗിച്ചുകൊണ്ടുള്ള സഭകൾ ധാരാളം വന്നതുകൊണ്ടാണ് ആളുകൾ നമ്മുടെ സഭയിലേക്ക് വരാത്തതെന്നാണ് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചാൽ. പക്ഷേ ഞാൻ ബഥേൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ആ കാലം മാറി പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവിടെ ശക്തിയായി വെളിപ്പെട്ടപ്പോൾ അവിടേക്ക് കുടുംബങ്ങൾ കൂടാണ്. ഞാൻ പലരെയും രക്ഷപ്പെടുത്തി, രക്ഷയിലേക്ക് നയിച്ചു, സ്നാനപ്പെട്ടു. 16 കുടുംബങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായി, അകത്ത് നല്ല ആളിക്കത്തനുണ്ടെങ്കിലേ, ആരാധന ഉണ്ടെങ്കിലേ ആളുകൾ അടുത്ത് വരും. അന്ധകാരത്തിന്റെ ശക്തിയെ ജയിക്കണമെങ്കിൽ ഈ ആരാധനയിൽ നിൽക്കണം. കുടുംബങ്ങളിൽ വിടുതലകൾ വ്യാപരിക്കണമെങ്കിൽ ആരാധന വെളിപ്പെടും. അകത്ത് ആരാധന വെളിപ്പെട്ടപ്പോൾ അടയാളങ്ങൾ വെളിപ്പെടും. ക്യാൻസർ സൗഖ്യമായി അവിടെ ഒരപ്പച്ചന്. മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ കൊടുത്തു. കടങ്ങളിൽ ജരുകി കഴിയുന്ന അനേകർക്ക് വിടുതലുകളുണ്ടായി. പലരുടെയും ജീവിതത്തിൽ ആത്മീയമായ വളർച്ചകളുണ്ടായി. ഇന്നത്തെ കാലത്ത് അവിടെ ആ സമയത്തൊക്കെ 6 വർഷം ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ദൈവം അവിടെയൊക്കെ ഇതെല്ലാം ഒരു പാർച്ച. മനുഷ്യന്റെ കഴിവും ബുദ്ധിയും യുക്തിയും അല്ല. അപ്പൊ അകത്ത് ആള് വരണമെങ്കിൽ ആളിക്കത്ത നടത്തിയിരിക്കുന്നു. ഞാൻ വാക്യങ്ങളെല്ലാം എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്. വനിതാ വാക്യം നോക്കിക്കോ. 18 ഭാഷക്കാരെ കൂട്ടി. ഗലീലാക്കാര് 120 സംസാരിക്കുന്നത് 18 ഭാഷക്കാര് കേട്ടപ്പോ അവർ പറഞ്ഞ ഒരു വാക്യം 11-ാം വാക്യത്തിലുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുക, നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കും. ചിലർ വെളിപ്പെട്ടു. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോ എല്ലാവരും ഭ്രമിച്ച് ചണ്ടലിച്ചു. ഇതെന്തായിരിക്കും തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീട് കുടിച്ചിരിക്കുന്നു. ചിലത് തിരിഞ്ഞില്ല, ചിലത് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ വചനധ്യാനം മനുഷ്യന്റെ യുക്തി കൊണ്ടും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും മനുഷ്യന്റെ കഴിവുകൊണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ അളക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറയ്ക്കരുത്. പരിശുദ്ധാത്മാവിന് അർഹമായ സ്ഥാനം ദൈവസഭയിൽ നൽകിയ ഭക്തിയോടെ ആത്മനിറവിൽ ജീവിച്ചാൽ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യയിൽ. പ്രവൃത്തി 8-ാം അധ്യായം, 10-ാം അധ്യായം, 19-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ വ്യത്യസ്തമായ വലിയ പ്രവർത്തനങ്ങളാണ് ഭാഗങ്ങളിൽ കാണുന്നത്. ഒരിടത്ത് ഒരിക്കൽ സംഭവിച്ചതുപോലെ അല്ല മറ്റൊരു. ശക്തിക്ക് കുറവില്ല, പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. വിവിധ ഇടങ്ങളിൽ, വിവിധ ജാതികളുടെ ഇടയിൽ, വിവിധ ഭാഷക്കാരുടെ ഇടയിൽ, വിവിധ കൾച്ചറുകളുടെ ഇടയിൽ, വിവിധ നിലകളിലാണ് ദൈവം പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇതിനെ അളക്കരുത്. ചിലർ അന്യഭാഷ പറയുമ്പോൾ അവരെ വിമർശിക്കുന്നു. എന്തോ അവൻ പറയും.
മലയാളം പറയും. ശരിയാ, മലയാളം പറയുന്നവരുണ്ട്, തമിഴ് പറയുന്നവരുണ്ട്. തമിഴ് പറയുന്ന മറ്റു ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് തമിഴ് അറിയത്തില്ല. ഒരിക്കലും ഒരു സഹോദരി ഇംഗ്ലീഷ് പറയുന്നു, 10ാം ക്ലാസ് പോയിട്ടുണ്ട്, കഷ്ടിച്ച് 10ാം ക്ലാസ് വരെ. നല്ല ലാംഗ്വേജിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഇംഗ്ലീഷിൽ അന്യപാടുണ്ട്, ഭാഷകളുണ്ട്. അവിടെ മലയാളത്തിൽ വിദ്യാലയത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ. മനുഷ്യർക്ക് ഒരു ഭാഷയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ 2000-ലധികം ഭാഷകളുണ്ട്. ചിലയിടത്തത് വെളിപ്പെട്ടു, ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായി. എന്നുപകൽ ഈ പരിശുദ്ധാത്മാശം, ഈ അഭിഷേകം, ഈ നിറവ്, ഈ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുക, നമുക്കുണ്ടാകുക, നമ്മുടെ സഭയ്ക്കുണ്ടാകുക, നമ്മുടെ തലമുറയ്ക്കുണ്ടാകുക, നമ്മുടെ കുടുംബങ്ങളിൽ ഇത് വ്യാപരിക്കുക, അനുഗ്രഹങ്ങൾ അനുഭവിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മാരും പൂർണ്ണര, പ്രസംഗിക്കുന്ന ഞാൻ പോലും പൂർണ്ണര. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് തന്നെ, എൻ്റെ തലമുറയിൽ തന്നെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ തലമുറയ്ക്ക് ഇത് നിശ്ചയമായിട്ടും തരണമേ. എന്റെ പകലിൽ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി കർത്താവേ, എന്നെ ഒന്ന് സ്പർശിക്കണം, എന്നെ ഒന്ന് മാറ്റണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒന്ന് തകർക്കണമേ, എന്നെ ഒന്ന് ഒടിക്കണമേ. ഞാൻ താഴുവാൻ തരാം, എന്നെ നിറയ്ക്കണമേ. ഒരു നിമിഷം നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ എല്ലാം കർത്താവേ ഞാൻ എന്ന് സമർപ്പിക്കും. ഒരാത്മീയ അനുഗ്രഹത്തിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം.